സർ, ഈ ധ്രുവ് റാത്തിയുടെ വീഡിയോകൾക്കൊക്കെ തിരക്കഥ എഴുതി കൊടുക്കുന്ന ഒരാൾ സോണിയാഗാന്ധിയുടെ ഓഫീസിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ അയാളെയും അയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു NGAയും കേന്ദ്രം അങ്ങ് പൂട്ടിയെന്നും കേൾക്കുന്നു. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദങ്ങൾ? അയാളുടെ പേര് ഹർഷ് മന്ദർ എന്നാണ്. ഈ ഹർഷ് മന്ദറിനെ പറ്റി മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ഈ ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ആള് മുമ്പ് ആപ്പില്ലേ, ആം ആദ്മി പാർട്ടി, അതിൻ്റെ IT സെല്ലിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് ധ്രുവ് റാട്ടി ജർമ്മനിയിലേക്ക് പോവുകയാണ് ചെയ്തത് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു സുഹൃത്ത് നേരത്തെ തന്നെ ഈ IT സെല്ലിൽ ഉണ്ടായിരുന്ന ആൾ ജർമ്മനിയിലേക്ക് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടിയൊക്കെ സഹായത്തോടു കൂടിയാണ് ധ്രുവ് റാട്ടി ജർമ്മനിയിലേക്ക് പോയത്. അപ്പോൾ ആ സമയത്ത് ഈ ഹർഷ് മന്ദറിന് അവിടെ ഒരു ജർമ്മനിയിലൊരു NGO ഉണ്ടായിരുന്നു. ആ NGO വഴി അവിടെ ധ്രുവ് റാട്ടിക്ക് വേണ്ട സഹായങ്ങളുമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ധ്രുവ് റാട്ടിക്ക് വേണ്ട സംഗതികളൊക്കെ ഈ കോൺഗ്രസിൻ്റെ ഒരു ഉച്ചഭാഷണിയാണല്ലോ ധ്രുവ് റാട്ടി. സോണിയാഗാന്ധിയുടെ ഓഫീസിലാണ് ഹർഷ് മന്ദർ ജോലി ചെയ്യുന്നത്. ഹർഷ് മന്ദർ ആണ് എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യ ഭാഗത്ത് ഈ ധ്രുവ് റാട്ടി പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് സത്യം ഉണ്ടാവും, പിന്നെ പറയുന്നത് മുഴുവൻ പോഴത്തമായിരിക്കും. ഇപ്പോൾ ഇത്ര മാംസം ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചു എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയായിരിക്കും, പിന്നെ മുഴുവൻ പറയുന്നത് വല്ല ബീഫ് രാഷ്ട്രീയമോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. ഇങ്ങനെയാണ് ഈ വീഡിയോകളുടെ പോക്ക്. ഇതിപ്പോൾ ഈ ഹർഷ് മന്ദർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം Xൽ പറഞ്ഞ ഒരു വിവരം വെച്ചിട്ടാണ് നമ്മൾ ഈ ചർച്ച. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ NGO ആയ അമൻ ബിരദാരിക്ക് ഇൻകം ടാക്സ് ഇളവുകൾ കേന്ദ്രം നിഷേധിച്ചു, അതുകൊണ്ട് ഇനി സംഭാവനകൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് ഇൻകം ടാക്സിലെ 12A വകുപ്പ് അനുസരിച്ചിട്ട് മതസ്ഥാപനങ്ങൾ, ധർമ്മസ്ഥാപനങ്ങൾ, ഈ സാമൂഹ്യക്ഷേമത്തിനുള്ള സൊസൈറ്റികൾ, അതുപോലത്തെ മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന NGOs, ഇവർക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്ന സംഭാവനകൾ, വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ, സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ, അതിന് ഇളവുണ്ടായിരുന്നു. ടാക്സ് കൊടുക്കണ്ട, അതാണ് ആ ഇളവാണ് എടുത്ത് കളഞ്ഞത്. അത് കളഞ്ഞു. ധാരാളം, പ്രത്യേകിച്ച് ഈ ജോർജ് സോറോസും ഒക്കെ ആയിട്ട് വളരെ അടുപ്പത്തിൽ നിൽക്കുന്ന ആളാണ് ഈ ഹർഷ് മന്ദർ. ഹർഷ് മന്ദർ മുമ്പ് യാക്കൂബ് മേമൻ, അജ്മൽ കസബിനെയൊക്കെ ഓർക്കുന്നില്ല? യാക്കൂബ് മേമൻ, അജ്മൽ കസബ്, അഫ്സൽ ഗുരു, ഇവരുടെ 3 പേരുടെയും ഈ വധശിക്ഷ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉള്ള രാഷ്ട്രപതിക്കുള്ള ദയാഹർജികളിൽ ഒപ്പിട്ടിട്ടുള്ള ഒരാളാണ് ഈ ഹർഷ് മന്ദർ. ഒരുപാട് ബുദ്ധിജീവികൾ, സാമൂഹ്യ പ്രവർത്തകർ, അക്കാദമിഷ്യൻസ് ഒക്കെ ഒപ്പിടുമല്ലോ, ആ കൂട്ടത്തിൽ ഒപ്പിട്ട ആളാണ് ഈ ഹർഷ് മന്ദർ. എന്നിട്ട് ഈ ഡൽഹി കലാപകാരികൾക്ക്, ആ മറ്റേ CAAക്കെതിരായ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഷഹീൻ ബാഗും ഒക്കെ, അങ്ങനത്തെ കലാപത്തിലൊക്കെ പെട്ട ഇരകൾക്കൊക്കെ പണം എത്തിച്ചു കൊടുത്തിരുന്ന ഒരാളാണ് ഈ ഹർഷ് മന്ദർ. 2020 മാർച്ചിൽ ആഭ്യന്തര വകുപ്പ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇയാൾക്കെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ അമൻ ബിരദാരി എന്ന് പറഞ്ഞ ഇയാളുടെ NGO FCRA, വിദേശ നാണ്യ വിനിമയ ലംഘനങ്ങൾ നടത്തിയിരുന്നു. FCRA ലംഘനം അനുസരിച്ചിട്ടാണ് CBI അന്വേഷണം ഇയാൾക്കെതിരെ നടക്കുന്നത്. ആ അന്വേഷണം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ 12A അനുസരിച്ചിട്ടുള്ള ഇളവുകൾ ഈ NGOയ്ക്ക് കൊടുക്കേണ്ട എന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഗ്രാസ് റൂട്ട് പ്രസ്ഥാനം, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്നാണ് അവകാശപ്പെടുന്നത്. അതിൻ്റെ കൂടെ അവരെഴുതുന്നുണ്ട്, ഒരു സെക്യുലർ, പീസ്ഫുൾ, കമ്പാഷനേറ്റ് വേൾഡ്, അതായത് മതേതരവും സമാധാനപരവും അനുകമ്പ പൂരിതവുമായ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്നാണ് അവകാശപ്പെടുന്നത്. പ്രവർത്തിക്കുന്നതൊക്കെ ഈ കർഷക ലാഭം, CAA വിരുദ്ധ പ്രക്ഷോഭം, ഈ വക കാര്യങ്ങളിലൊക്കെയാണ്. പിന്നെ ധ്രുവ് റാട്ടിക്ക് വേണ്ടിയിട്ടുള്ള സഹായമൊക്കെ.
2002 ഗുജറാത്ത് കേഡർ അല്ല ഇയാൾ മറ്റേ മധ്യപ്രദേശ് കേഡറിലെ IAS ഉദ്യോഗസ്ഥനായിരുന്നു. 2002 ഗുജറാത്ത് കലാപത്തിനെ തുടർന്ന് ഇയാൾ IASൽ നിന്ന് രാജിവെച്ചു, VRS എടുത്ത് മാറി. അങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ വരുന്നത്. സോണിയാഗാന്ധി ഇയാളെ ദേശീയ ഉപദേശക സമിതിയിൽ അംഗമാക്കി. ഇങ്ങനെ ആക്ഷൻ എയ്ഡ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്നു. അതൊക്കെ സംശയാസ്പദമാണ്. സോണിയാഗാന്ധിയുടെ ദേശീയ ഉപദേശക സമിതിയിൽ അവർ അംഗമാക്കി. ഹിന്ദുവിരുദ്ധ വർഗീയ അക്രമ ബിൽ ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇയാളാണ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതെന്നാണ് പറയുന്നത്. അതായത് ആ ബില്ലിൽ എന്താ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്തെങ്കിലുമൊക്കെ അക്രമം ചെയ്തു കഴിഞ്ഞാൽ അത് വർഗീയ പ്രശ്നമല്ല, കലാപമായിട്ട് കരുതില്ല. ഭൂരിപക്ഷം ചെയ്യുന്നത് വർഗീയ കലാപമായിട്ട് കരുതൂ എന്ന് പറഞ്ഞൊരു ബില്ല് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഡ്രാഫ്റ്റ് ചെയ്തിരുന്നു, അവതരിപ്പിക്കാൻ വേണ്ടി. പോകുന്നതിന് തൊട്ടു മുമ്പ് അവതരിപ്പിച്ചിട്ട്. അപ്പോൾ എന്ത് കലാപം നടത്തിയാലും ഹിന്ദുക്കൾക്കെതിരെ കേസ് ഉണ്ടാവുള്ളൂ. ഭൂരിപക്ഷ സമുദായത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഏത് വർഗീയ പ്രക്ഷോഭം എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. അത് ഡ്രാഫ്റ്റ് ചെയ്തത് ഇയാളാണെന്നാണ് പറയുന്നത്. 2020 മാർച്ചിൽ ഈ CAA ഇത് അവതരിപ്പിച്ച് ഇയാൾ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. സുപ്രീം കോടതിയോ പാർലമെൻറ്റോ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമ്മൾ തെരുവിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് ഇയാൾ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ കലാപാഹ്വാനം നടത്തിയെന്നും മതസ്പർദ്ധ വളർത്തിയെന്നും പറഞ്ഞിട്ട് അതിലും കേസെടുത്തിരുന്നു കേന്ദ്രം. അന്ന് സുപ്രീം കോടതിയിൽ കേസ് പോയിരുന്നു. ഇയാൾ ജുഡീഷ്യറിക്കെതിരായ ആഹ്വാനവും ഇയാൾ പറഞ്ഞതിലുണ്ട് എന്ന് സർക്കാർ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇയാൾ ഇഷ്റത്ത് ജഹാനിലെ ഗുജറാത്തിലെ ലഷ്കർ-ഇ-തയ്ബ ആ ഇഷ്റത്ത് ജഹാന് വേണ്ടി വാദിച്ചിരുന്നു. അതിനുവേണ്ടി ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറഞ്ഞിട്ടേ ഇഷ്റത്ത് ജഹാൻ്റെ കേസിൽ ഇയാൾ ഇടപെട്ടിരുന്നു. 2018 ചീഫ് ജസ്റ്റിസ് ഗൊഗോയെ ഒരു കേസിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഹർജി ഇയാൾ കൊടുത്തിരുന്നു. അസമിൽ നിന്നുള്ള ക്യാമ്പുകൾ, അസമിലെ ക്യാമ്പുകൾ ഈ CAAയുമായി ബന്ധപ്പെട്ട ഡിറ്റൻഷൻ സെൻറ്റേഴ്സ്, അനധികൃത കുടിയേറ്റക്കാരുടെ ഡിപ്പോർട്ടേഷൻ, അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് തന്നെ വിടുക, ഇതുമായി ബന്ധപ്പെട്ട കേസിൽ അസംകാരനാണല്ലോ ഗൊഗോയ്, വാദം കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ സമീപിച്ചിരുന്നു. ഇയാളുടെ ഒരു NGO ആണ് കാർവാൻ-ഇ-മൊഹബത്ത്. കാർവാൻ-ഇ-മൊഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഓർമ്മയുണ്ടോ? സ്നേഹത്തിൻ്റെ കട. ഇയാളുടെ കാർവാൻ-ഇ-മൊഹബത്താണ് മറ്റേ രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കട എന്നും പറഞ്ഞുകൊണ്ട് നടന്നത്. ഈ കാർവാൻ-ഇ-മൊഹബത്ത് എന്നുള്ള പേരിൽ ജർമ്മനിയിൽ ഒരു NGO ഇയാൾ തുടങ്ങിയിരുന്നു. ഇവിടെ ഒരു NGO ഉണ്ട്. ഈ കാർവാൻ-ഇ-മൊഹബത്ത് എന്ന് പറഞ്ഞ NGOയുടെ സഹായത്തിലാണ് ധ്രുവ് റാട്ടി അവിടെ പോയ സമയത്ത് ജർമ്മനിയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ചില ലേഖനങ്ങളും ഒക്കെ എഴുതിച്ചൊക്കെ കൊണ്ടിരുന്നു. അത് കഴിഞ്ഞാണ് ഈ യൂട്യൂബർ എന്നുള്ള നിലയിലേക്ക് വന്നത്. ഇപ്പോൾ കാർവാൻ-ഇ-മൊഹബത്ത് ഇങ്ങനെ കോൺഗ്രസിൻ്റെ പല ആശയങ്ങളും പണ്ട് സാം പിത്രോദ ചെയ്തിരുന്നത് പോലെ ഈ രാഹുൽ ഗാന്ധിയെ ആളുകൾ പുച്ഛിക്കുന്ന ഒരുപാട് ആശയങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ അങ്ങനത്തെ ആശയങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇയാളാണ്. ഡയറക്ടർ സെൻറ്റർ ഫോർ ഇക്വിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഇയാൾ തുടങ്ങിയതിൻ്റെ ഡയറക്ടറായിട്ട് നിൽക്കുന്നുണ്ട്. സെൻറ്റ് സ്റ്റീഫൻസിൽ ഒക്കെ പ്രസംഗിക്കാൻ പോകാറുണ്ട്, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി അത്തരം സ്ഥലങ്ങളിലുമൊക്കെ. 2019 നമ്മൾ CAA നിയമം ലോക്സഭയിൽ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ആസ് സിവിൽ ഒബീഡിയൻസ് ഐ വിൽ രജിസ്റ്റർ ആസ് എ മുസ്ലിം ആൻഡ് ഇൻവൈറ്റ് ദ കോൺസിക്വൻസസ് എന്നയാൾ പറഞ്ഞിരുന്നു. CAA പാസ്സാക്കി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു നിസ്സഹകരണം എന്നുള്ള നിലയ്ക്ക് ഞാൻ മുസ്ലിമായി രജിസ്റ്റർ ചെയ്യും. ഞാനൊരു മുസ്ലിമായി ആകും. മതം മാറുമെന്ന് പറയുന്ന ഒരു മതം മാറുമെന്ന് പറഞ്ഞാൽ പോയി കലിമ ചൊല്ലുന്ന പരിപാടിയൊന്നും ഉണ്ടെന്നല്ല അയാൾ പറയുന്നത്. ഒരു പ്രതിഷേധം, ഒരു നിസ്സഹകരണം എന്നുള്ള നിലയ്ക്ക് ഞാൻ എവിടെയെങ്കിലും പോയിട്ട്, കാരണം ഈ പൗരത്വ രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞുള്ള സാധനം ഉണ്ടല്ലോ, ഞാൻ ഹർഷ് മന്ദർ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറഞ്ഞിരുന്നു. ഈ പണ്ട് MP നാരായണപിള്ള ഒരു ലേഖനം എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. സെൻസസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇനി ഇവിടെ ജീവിക്കുന്ന ബ്രാഹ്മണരുമൊക്കെ സെൻസസ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ അതിൽ ഒരു കോളം ഉണ്ടാവുമല്ലോ, നിങ്ങളെന്താണ് ജാതി? അവിടെ ബ്രാഹ്മിൻ. നിങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുമോ? അവിടെ അതെ എന്ന് രേഖപ്പെടുത്തി ഈ മൊത്തം സെൻസസിനെ അട്ടിമറിക്കണമെന്ന് അദ്ദേഹം ഒരു നാരായണപിള്ള എഴുതി ഞാൻ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഇയാൾ ഞാൻ മുസ്ലിം എന്ന് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് സംഗതി പാസ്സായല്ലോ. ഇയാളും മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പോയി രജിസ്റ്റർ ചെയ്തതായിട്ടൊന്നും ഇതുവരെ വിവരവും ഇല്ല. ഇയാൾ പഞ്ചാബിയാണ് ശരിക്കും. അങ്ങനെ പറഞ്ഞ ആളാണ്. അയാൾക്ക് നേരും നെറിയില്ലാത്തതുകൊണ്ട് പിന്നെ മുസ്ലിമായി പോയി. അങ്ങനെ വെറുതെ പോയി രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, മതം മാറിയിട്ടൊക്കെ അല്ലേ ചെയ്യാൻ പറ്റും. അതിന് കലിമ ചൊല്ലുമൊക്കെ വേണ്ടേ, ഇമാമിൻ്റെ അടുത്തുമൊക്കെ പോയിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഈ ഹർഷ് മന്ദർ. അപ്പോൾ ഈ ധ്രുവറാട്ടിക്ക് ഈ പറയുന്ന പിന്തുണയൊക്കെ കൊടുത്ത് ഈ സർക്കാരിനെ അല്ലെങ്കിൽ BJP ഒക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. അപ്പോൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ നിയമാനുസൃതമായൊരു നടപടിയല്ലേ സ്വീകരിച്ചത്? ഇത് തിരിച്ചറിഞ്ഞിട്ട് കുറേ നാളായി. കാരണം എന്താണെന്ന് വെച്ചാൽ CBI അന്വേഷണമൊക്കെ ഇയാൾക്കെതിരെ നടക്കുന്നുണ്ടല്ലോ, CRA വയലേഷൻ. അതെ. അപ്പോൾ എന്തായാലും കൊടുക്കേണ്ട പണി. കാരണം എന്താണെന്ന് വെച്ചാൽ ധ്രുവറാട്ടി ഇന്ത്യയിൽ വന്നാലും തടവറയിലാകും. ധ്രുവറാട്ടിയുടെ ഒരു സുഹൃത്ത് അയാളുടെ കൂടെ ജർമ്മനിയിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു സഹായി കശ്മീരിൽ പിടിയിലായിട്ട് ഇപ്പോൾ തടവറയിലാണ്. അപ്പോൾ എന്തായാലും കിട്ടേണ്ട പണി ഇച്ചിരി താമസിച്ചാലും കിട്ടി എന്ന് പറയാം അല്ലേ? ഇനി കിട്ടാനുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനുള്ള പരിപാടികളുമൊക്കെ ഇപ്പോൾ മറ്റേ അരുന്ധതി റോയ്ക്കെതിരെ കശ്മീർ ഈസ് നോട്ട് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് അവർ പണ്ട് പ്രസംഗിച്ചാണല്ലോ. അവിഭാജ്യ ഘടകമല്ല കശ്മീർ ഇന്ത്യയുടെ. അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് നടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിനെ പറയാൻ തൂങ്ങേണ്ടി വരുമല്ലോ കുറച്ച്. അതെ. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ എന്ന് പറയുന്ന സംഭവമാണ് മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.